ഇടുക്കി തങ്കമണി ഈട്ടിത്തോപ്പിൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 8 കിലോ കഞ്ചാവുമായി 7 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. ഇന്ന് പുലർച്ചെ ഈട്ടിത്തോപ്പ് കൊച്ചുമറ്റത്തിൽ തോമസിന്റെ വീട് വളഞ്ഞാണ് പോലീസ് സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടുടമ തോമസ് ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. എറണാകുളത്ത് നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. പ്രതികൾ പ്രദേശത്ത് നിരന്തരം കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അവരുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കട്ടപ്പന DVSP അവരുടെയും സ്ക്വാഡിൻ്റെയും തങ്കമണി പോലീസിൻ്റെയും സംയുക്ത പരിശോധനയിൽ 8 കിലോ കഞ്ചാവ് ഈട്ടിത്തോപ്പ് ഭാഗത്തു നിന്നും തോമസിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. തോമസും 7 സുഹൃത്തുക്കളും ചേർന്ന് ഈ കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുകയും തോമസിൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. ഏറെ നാളായി ഞങ്ങളിത് നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ സ്ഥിരം ഇവർ കഞ്ചാവ് വിൽക്കാനായിട്ടും വലിക്കാനായിട്ടും ഒക്കെ അവിടെ കൂടുകയും നാട്ടുകാർക്ക് മുഴുവൻ ശല്യമായ ഒരു അവസ്ഥയിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഏറെ നാളത്തെ നിരീക്ഷണത്തിൻ്റെ ഫലമായി ഇത്തരത്തിലൊരു ഡിറ്റക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇത് തുടർന്നും ഇതിൻ്റെ അന്വേഷണങ്ങൾ ഉണ്ടാകും. എറണാകുളം ഭാഗത്തു നിന്നാണ് ഇവരിത് വാങ്ങിയത്. ഇവിടെ കട്ടപ്പനയിലും തങ്കമണിയിലും ഇരട്ടയാറിലുമൊക്കെ ചില്ലറ വിൽപ്പന നടത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതിൻ്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിച്ച് കൂടുതൽ നടപടികളിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും. MDMA-യുമായി ബന്ധപ്പെട്ട സോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചതിൽ പത്തനംതിട്ട ഉള്ള ഷാർഫിൻ സെബാസ്റ്റ്യനാണ് അതിൻ്റെ വിൽപ്പനക്കാരനായിരുന്നത്. അയാളെ ഞങ്ങൾ ഈ കേസിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇന്നലെ പിടിച്ച